Hello students, welcome to C programming class. Today we can discuss functions in C. Functions are more important portion in C programming. Actually, first of all, we can discuss what is a function. A function is nothing but a large program is broken into smaller modules are called function. That means അതിന്റെ definition അങ്ങനെ പറയുന്നത്. That means a large program is divided into number of smaller modules. ഒരു വലിയൊരു പ്രോഗ്രാമിനെ ചെറിയ മൊഡ്യൂളുകളായിട്ട് ബ്രോക്കൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം വലിയൊരു പ്രോഗ്രാം എഴുതുക, ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതുക. അതിനുവേണ്ടി അഡീഷന് വേണ്ടി ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഡീഷന് വേണ്ടി നമ്മളൊരു കോഡ് എഴുതി കൊടുക്കും. സബ്ട്രാക്ഷന് വേണ്ടി നമ്മൾ മറ്റൊരു കോഡ് എഴുതി കൊടുക്കും. ഡിവിഷന് വേണ്ടി നമ്മൾ മറ്റൊരു കോഡ് എഴുതി കൊടുക്കും. അതുപോലെ തന്നെ മോഡുലസ് ഓപ്പറേറ്റർ പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു കോഡ് എഴുതി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മളൊരു അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു ലാർജ് പ്രോഗ്രാമായി വരുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാർജ് പ്രോഗ്രാമിനെ ഓരോ സ്മോളർ മൊഡ്യൂളുകളായിട്ട് കൺവേർട്ട് ചെയ്യാം. അഡീഷന് വേണ്ടി മാത്രം ഒരു സെറ്റ് ഓഫ് കോഡ് കൊടുക്കാം. സബ്ട്രാക്ഷന് വേണ്ടി മാത്രം ഒരു സെറ്റ് ഓഫ് കോഡ് കൊടുക്കാം. ഡിവിഷന് വേണ്ടി മാത്രം മറ്റൊരു സെറ്റ് ഓഫ് കോഡ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലാർജ് പ്രോഗ്രാമിനെ നമ്പർ ഓഫ് മൊഡ്യൂളുകളായിട്ട് സ്മോളർ മൊഡ്യൂളുകളായിട്ട് ബ്രേക്ക് ചെയ്ത് മാറ്റുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. എ ലാർജ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഓർ ബ്രോക്കൺ ഇൻ ടു സ്മോളർ മൊഡ്യൂൾസ്. ദാറ്റ് ഈസ് കോൾഡ് എ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. നമുക്ക് സ്ലൈഡിനകത്തോട്ട് നോക്കാം. ഫങ്ഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എ ലാർജ് സി പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് കോൾഡ് സി ഫങ്ഷൻ. വലിയൊരു സി പ്രോഗ്രാമിനെ ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് കോൾഡ് സി ഫങ്ഷൻ. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അത് ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാക്കി മാറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. ദ ലാർജ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓർ ബ്രോക്കൺ ഇൻ ടു സ്മോളർ മൊഡ്യൂൾസ്. ഇവിടെ നമ്മൾ ഓരോ ബിൽഡിംഗ് മൊഡ്യൂളുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളാക്കി കൺവേർട്ട് ചെയ്തു. ആ ഓരോ ബ്ലോക്കിനെയും വി ക്യാൻ കോൾ ആസ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷനാക്കി കോൾ ചെയ്യാം. ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് കോഡ്. സെറ്റ് ഓഫ് കോഡ് ആയിരിക്കും. ഇപ്പോൾ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള സെറ്റ് ഓഫ് കോഡ് ആയിരിക്കും ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം സബ്ട്രാക്ഷന് വേണ്ടി നമ്മൾ സെറ്റ് ഓഫ് കോഡ് എഴുതി, അതൊരു മറ്റൊരു ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ ബ്ലോക്കുകളെല്ലാം കൂടുമ്പോഴാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സി പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ അരിതമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് ടോട്ടലി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത് ലാർജസ്റ്റ് സി പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻടു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് കോൾഡ് സി ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കാം. എ സി ഫംഗ്ഷൻ കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എൻക്ലോസ്ഡ് ബൈ curly brace, open and closing curly brace, which performs a specific operation in a C program. അപ്പോൾ എന്താണ്? സി ഫങ്ഷൻസ് കണ്ടെയ്ൻ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓരോ ഫംഗ്ഷനകത്തും അതിൻ്റേതായ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ ആൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസ്. ഒരു ഓപ്പണിംഗ് കേളി ബ്രേസും ഒരു ക്ലോസിംഗ് കേളി ബ്രേസും വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ എൻക്ലോസ് ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ നെയിം കഴിഞ്ഞിട്ട് ഒരു കേളി ബ്രേസ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഫംഗ്ഷൻ്റെ ബോഡി കഴിഞ്ഞാൽ കേളി ബ്രേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അത് നമ്മൾ സാധാരണ ഒരു ഫോർ ലൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കേളി ബ്രേസ് ഉണ്ടായിരിക്കും, എൻഡിൽ ഒരു കേളി ബ്രേസ് ഉണ്ടായിരിക്കും. അതുപോലെ എവറി ഫംഗ്ഷൻ വിൽ ബി സ്റ്റാർട്ടഡ് ബൈ കേളി ബ്രേസ്. അതിൻ്റെ ബ്ലോക്ക് ഓഫ് കോഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കേളി ബ്രേസിലായിരിക്കും. ആ ബ്ലോക്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് അനദർ ക്ലോസിംഗ് കേളി ബ്രേസ്. പിന്നെന്താ പറഞ്ഞത്? ഈച്ച് ബ്ലോക്ക് ഹാസ് എ സ്പെസിഫിക് ഓപ്പറേഷൻ. ഓരോ ബ്ലോക്കിനും അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനും അതിൻ്റേതായ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരു ഫംഗ്ഷൻ്റെ ബോഡി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പം ദർ ഈസ് എ കേളി ബ്രേസ്. അതിൻ്റെ ബോഡി നമ്മൾ അവിടെ എഴുതി കൊടുക്കും, ദെൻ ക്ലോസ് ചെയ്യും. ആ ഓരോ ഫംഗ്ഷനും അതിൻ്റേതായ സ്പെസിഫിക് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. ആക്ച്വലി കളക്ഷൻ ഓഫ് ദീസ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് എ സി പ്രോഗ്രാം. ഈ ഓരോ ഫംഗ്ഷൻ്റെയും ആ ഒരു കളക്ഷനാണ്, ടോട്ടൽ ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എഴുതിയ സി പ്രോഗ്രാമിനകത്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൂ.
അപ്പോൾ രണ്ട് രൂപത്തിൽ ഫംഗ്ഷനും പറയാം, യൂസർ ഡിഫൈൻ ഫംഗ്ഷനും ബിൽറ്റ് ഇൻ ഫംഗ്ഷനും പറയും. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എ ലാർജ് സി പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്മോളർ മൊഡ്യൂൾസ്, ദാറ്റ് ഈസ് കോൾഡ് എ ഫംഗ്ഷൻ. അതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, എ ഫംഗ്ഷൻ ഹാസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഒരു ഫംഗ്ഷനും എന്തായിരിക്കും, ഓരോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഹാസ് എ സ്പെസിഫിക് ഓപ്പറേഷൻ. ഓരോ ഇൻസ്ട്രക്ഷനും എന്തായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനും എന്തായിരിക്കും, ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെന്താ പറഞ്ഞത്, ആക്ച്വലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് എ സി പ്രോഗ്രാം. ഈ ഫംഗ്ഷൻസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ പറയുന്നത് സി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഓരോ ഫംഗ്ഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാ, അതിൻ്റെ റിമൈനിങ് പോർഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. വി ക്യാൻ ഡിസ്കസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. എത്ര ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ദർ ആർ മെയിൻലി ടു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്. രണ്ട് ടൈപ്പ് ഫംഗ്ഷനാണ് സിക്കകത്തുള്ളത്. സി ഫംഗ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഫസ്റ്റ് വൺ, ലൈബ്രറി ഫംഗ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇങ്ങനെ രണ്ട് ഫംഗ്ഷനാണ് നമുക്ക് സിക്കകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ലൈബ്രറി ഫംഗ്ഷനാണ്, മറ്റൊന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ആ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫംഗ്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞത്. അതായത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ദാറ്റ് ഈസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ്. പ്രീ ഡിഫൈൻഡ് ആണ്, മുന്നേ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനെ നമ്മൾ പറയുന്നതാണ് ഈ ലൈബ്രറി ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയും. ബിൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചേക്കുന്നതാണ്, നമുക്ക് ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ആ ടൈപ്പ് ഫംഗ്ഷൻസിനെ നമ്മൾ പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രീ ഡിഫൈൻഡ് വണ്ണ, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ആ ടൈപ്പ് ഫംഗ്ഷൻസ്. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിനകത്ത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. Then the second one is user defined functions. User defined functions are defined by the user or the programmer. പ്രോഗ്രാമറോ അല്ലെങ്കിൽ യൂസറോ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മുടെ സ്പെഷ്യൽ ടാസ്കിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്താണോ പെർഫോം ചെയ്യാനുള്ളത് അന്നേരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അഡീഷന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, അഡീഷന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന, സബ്ട്രാക്ഷന് വേണ്ടി ഞാൻ മറ്റൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനദർ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ടാസ്ക് പെർഫോം ചെയ്യാനും വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും നമുക്ക് നോക്കാം. ഹൗ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ സി ആൻഡ് വാട്ട് ആർ ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ സി. രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. എനിവേ, ഫംഗ്ഷൻസ് ഇൻ സി ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു. That first one is the predefined function and second one is the user defined function. Predefined functions are already defined one or built in one, and the second one is the user defined function that is defined for a specific task to complete for a user. ഒരു യൂസറിന് അവരുടെ സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും അതിൻ്റേതായ ഡെഫിനിഷനും അതിൻ്റേതായ പ്രോഗ്രാംസും വെച്ചിട്ട് നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഹിയർ വി ക്യാൻ ഡിസ്കസ് ദ ലൈബ്രറി ഫംഗ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ബിൽറ്റ് ഇൻ ഫംഗ്ഷനോ ലൈബ്രറി ഫംഗ്ഷനോ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനോ എന്ന് പറഞ്ഞേക്കുന്ന ഫംഗ്ഷൻസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് പറയുന്നത്, ലൈബ്രറി ഫംഗ്ഷൻസ് ആർ നോട്ട് റിക്വയർഡ് ടു ബി റിട്ടൺ ബൈ അസ്. നമ്മൾ എഴുതുന്ന ഫങ്ഷൻസ് അല്ല ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി അവിടെ എഴുതി വെച്ചേക്കുന്നതാണ്, അല്ലെങ്കിൽ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനെ പറയുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈബ്രറി ഫങ്ഷൻസ് ആർ നോട്ട് റിക്വയർഡ് ടു ബി റിട്ടൺ ബൈ അസ്. യൂസർ ക്രിയേറ്റ് ചെയ്യുന്നല്ല ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് പറഞ്ഞത്, പ്രിൻ്റ് എഫ് ആൻഡ് സ്കാൻ എഫ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ലൈബ്രറി ഫങ്ഷൻ. പ്രിൻ്റ് എഫും സ്കാൻ എഫ് എന്ന് പറയുന്ന ഈ ഫങ്ഷൻസ് ഒക്കെ എന്താണ്, ദാറ്റ് ഈസ് ബിലോങ് ടു ലൈബ്രറി ഫംഗ്ഷൻ. നമുക്കറിയാം പ്രിൻ്റ് എഫ് ഈസ് യൂസ്ഡ് ടു പ്രിൻറ്റ് സംതിങ് അല്ലേ. നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് പ്രിൻ്റ് എഫിനകത്ത് പ്രിൻ്റ് എഫ് വണ്ണോ അല്ലെങ്കിൽ പ്രിൻ്റ് എഫ് ടൂന്നോ അല്ലെങ്കിൽ പ്രിൻ്റ് എഫ് എഫ് എന്നോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്യും, അത് ദാറ്റ് വിൽ ക്രിയേറ്റ് എൻ എറർ, ഒരു എറർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അത് ഫോളോ ചെയ്യണം.
അപ്പോൾ അങ്ങനത്തെ ഫങ്ഷൻസിന് നമ്മൾ പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് സിയുടെ ലൈബ്രറിക്കകത്ത് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. ആ ഫങ്ഷൻസ് ആണ് എന്ത് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സ്കാൻഎഫ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് വൺ സ്കാൻഎഫ് എന്ന് പറയുന്നത്, സ്കാൻഎഫ് നമ്മൾ റീഡ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കാൻഎഫ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. സ്കാൻഎഫ് എങ്ങനെയാണോ അത് ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? ഇപ്പോൾ സ്കാൻഎഫ് നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെയാണോ സ്കാൻ ചെയ്യുന്നത് അതിൻ്റെ ഫോർമാറ്റിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ആ ടൈപ്പ് ഫങ്ഷൻസിനെ നമ്മൾ പറയുന്നത് ലൈബ്രറി ഫങ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കണ്ടോ, എക്സാമ്പിൾസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. പ്രിൻ്റ് എഫ് ഓഫ്, സ്കാൻഎഫ് ഓഫ്, SQRT ഓഫ്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SQRT എന്ന് പറയുന്നത്. ദെൻ കോസ് ഫംഗ്ഷൻ, ദെൻ STR ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്ട്രിങ്ങിനകത്ത് കോൺകാറ്റിനേഷന് വേണ്ടി STR പഠിച്ചിട്ടുണ്ട്, കമ്പാരിസന് വേണ്ടി CMP പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ പിന്നെ ലോവർ കേസിലോട്ട് മാറ്റാൻ, അപ്പർ കേസിലോട്ട് മാറ്റാൻ, കമ്പയർ ചെയ്യാനും വേണ്ടി അങ്ങനെ കുറേ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. റാൻഡ് ഓഫ് എന്ന് പറയുന്നത് എക്സെട്ര ആർ സം ഓഫ് ദ ലൈബ്രറി ഫങ്ഷൻസ്. അതൊക്കെയാണ് ചില ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ പ്രീ ഡിഫൈൻഡ് വൺ. മുന്നേ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് ശ്രദ്ധിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ്, ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസ് എത്ര നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ എന്ന് പറയുന്നത് ഒരു ബിൽറ്റിൻ ഫങ്ഷൻ ആണെങ്കിൽ ആ മെയിൻ ഏതൊക്കെ ഫങ്ഷനെ ബിൽറ്റിൻ ഫങ്ഷനെ കോൾ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കൊടുത്തേക്കുന്നത്. പ്രോഗ്രാമിലേക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് math.h. ഈ math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ക്വയർ റൂട്ട് പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഹെഡർ ഫയലാണ് ഹാഷ് ഇൻക്ലൂഡ് math.h എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് math.h കൊടുത്തു. ദെൻ മെയിൻ കൊടുത്തു. നമ്മൾ കേളി ബ്രേസിനകത്ത് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഫ്ലോട്ട് ടൈപ്പ് x,y എന്ന് പറയുന്ന. ദെൻ ഒരു സ്കാൻഎഫ് എന്ന് പറയുന്ന യൂസ് ചെയ്തു. അതിനകത്ത് നമ്മൾ ആരെ റീഡ് ചെയ്യുന്നത്, ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ SQRT ഓഫ് എക്സ് കൊടുത്തിട്ട് അതൊരു y എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് %f ഈസ് %f എന്ന് പറഞ്ഞിട്ട് x,y എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. ദെൻ ഹൗ ദിസ് പ്രോഗ്രാം ഈസ് വർക്കിംഗ്, എങ്ങനെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ടൊന്ന് പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന പ്രോഗ്രാമുള്ളൂ. മെയിനകത്തുനിന്ന് ഫ്ലോട്ട് x,y എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വേരിയബിളിനെ റീഡ് ചെയ്യുക. എക്സ് എന്ന് പറയുന്ന വേരിയബിളെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സിലേക്ക് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 4 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 4 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എക്സിലേക്ക് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിൽ എന്തുണ്ട്, 4 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, അത് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി y ഈക്വൽ ടു SQRT ഓഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിലാണ് ആദ്യം കാൽക്കുലേഷൻ വരുന്നത്. SQRT ഓഫ് എക്സ് എന്ന് പറയുമ്പം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് വരും, 2 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 വരും. എന്നിട്ട് ആ എക്സിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്തിട്ട് എവിടെ സേവ് ചെയ്ത് വെക്കും, വൈക്കകത്ത് സേവ് ചെയ്ത് വെക്കും. അപ്പം എക്സിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്ത് ഏത് വേരിയബിളിനകത്തുള്ളത്, y എന്ന് പറയുന്ന വേരിയബിളിനകത്തുണ്ട്. അതിൻ്റെ വാല്യൂ എന്താണ് ഇപ്പോൾ 2 ആണുള്ളത്. ഇനി പ്രിൻ്റ് എഫിനകത്ത് സ്ക്വയർ റൂട്ട് ഓഫ് %f ഈസ് %f എന്ന് പറയുമ്പം ആദ്യത്തെ %fലേക്ക് വരുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂ 4 ആണ്. വൈയുടെ വാല്യൂ സെക്കൻഡ് %f വരും, വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യും, സ്ക്വയർ റൂട്ട് ഓഫ് 4 ഈസ് 2 എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതല്ല നമ്മുടെ മെയിൻ എയിം, ഇതല്ല. ഇതിൽ നമ്മൾ എത്ര ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫങ്ഷൻ. മെയിൻ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്. ദാറ്റ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ 3 ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 പ്രീ ഡിഫൈൻഡ് ഫങ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്? ഒന്ന് സ്കാൻഎഫ്, രണ്ടാമത്തത് SQRT ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ, മൂന്നാമത്തത് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ.
ഈ മൂന്ന് ഫംഗ്ഷനെയും ആര് കോൾ ചെയ്യുന്നുണ്ട്? മെയിൻ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഏതൊക്കെയോ എന്ന് കാണിക്കാനും വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ 3 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണുള്ളത്. സ്കാൻഎഫ് എന്ന് പറയുന്നതും SQRT എന്ന് പറയുന്നതും പ്രിൻ്റ്എഫ് എന്ന് പറയുന്നതും. ഈ മൂന്നിനെയും കോൾ ചെയ്യുന്നത് ആരാണ്? മെയിൻ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോക്കകത്ത് ഓരോന്നും പഠിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ നോട്ട് എഴുതി വെക്കുക, ഇത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോഴേ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക, നോട്ട് എഴുതി ക്ലിയർ ചെയ്ത് വെക്കുക, പഠിക്കുക. എങ്കിലേ നെക്സ്റ്റ് ക്ലാസ്സിനകത്തുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ.